ഹലോ, ഇന്നത്തേത് ഒരു ഗിഫ്റ്റ് ഹാമർ ബോക്സ് മേക്കിങ്ങും കൂടാതെ ഒരു മിനി ഓർഡർ എങ്ങനെയാണ് പേക്ക് ചെയ്യുക എന്നുള്ളതിന് വീഡിയോയാണ് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുക്കണം. അപ്പോൾ ഇതൊരു 6 ഉണ്ട്. അപ്പോൾ 6 അളവ് എന്ന് പറയുന്നത് ഈ മുകളിൽ കാണുന്നതിൻ്റെ 2 ഈ 2 ഒരേ അളവും, ഈ 2 ഒരേ അളവും, ഈ 2 ഒരേ അളവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അളവെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുകളിലത്തെ ആ 2 അറ്റത്തുള്ളതും നീളം 11.5 വീതി 10 സെൻറ്റിമീറ്ററും ആണ്. അതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടുള്ള പോർഷനിൽ നീളം സെയിം ആണ്, വീതി 6 സെൻറ്റിമീറ്റർ ആണ്. താഴത്തേതിൽ എല്ലാത്തിൻ്റെയും നീളം 6 സെൻറ്റിമീറ്റർ ആണ്. 2 അറ്റത്തുള്ളതിൻ്റെയും വീതി 11ഉം സെൻട്രലിലെത്തത് 11.5 ആണ്. ഇനി ഒരു ചാർട്ട് പേപ്പറിൽ ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. മറ്റ് 3 കാർഡ്ബോർഡ് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണിക്കുന്നത് പോലെ തന്നെ ഓരോരോ കാർഡ്ബോർഡിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വേണം കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഈ 2 കാർഡ്ബോർഡും ഒട്ടിച്ചെടുത്തിട്ട് ഒരു ബോക്സ് കണക്കി ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണിക്കുന്ന വിധം ആദ്യത്തെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ചിട്ട് രണ്ടാമത്തെ കാർഡ്ബോർഡിൽ നമ്മൾ പശ തേച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ആ ഒരു പോർഷൻ കാർഡ്ബോർഡിൻ്റെ പോർഷനിൽ സൈഡ്സിലൊക്കെ പശ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സ് ഗിഫ്റ്റ് ബോക്സ് പോലെ ആയി കിട്ടും. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, ഇത് കുറച്ച് നേരം ഇങ്ങനെയൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. നന്നായി ഒട്ടിയതിന് ശേഷമാണ് അടുത്ത പണിയിലേക്ക് കിടക്കാവും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ലേസും പിന്നെ കുറച്ച് ഗിഫ്റ്റ് പേപ്പറാണ് വേണ്ടത്. ഈ ഒരു സാറ്റിൻ റിബൺ ഇതുപോലെ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ താഴെ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഗിഫ്റ്റ് പേപ്പർ എല്ലാ സൈഡ്സിലും ഒട്ടിച്ചെടുക്കണം. എപ്പോഴും ഗിഫ്റ്റ് പേപ്പർ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നമ്മൾ സാറ്റിൻ റിബൺ വെക്കണം. നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിബൺ ആദ്യം തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ഗിഫ്റ്റ് ഹാമർ ബോക്സ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിനി ഓർഡറാണ് നമ്മൾ ഇന്നിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു കാർഡ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കട്ടിയുള്ള പേപ്പർ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മാർക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് കുറച്ച് കളറിങ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കാർഡ് വാങ്ങി വെക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഹാൻഡ് മെയ്ഡായിട്ടാണ് കാർഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു പേപ്പർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വേസ്റ്റായിട്ട് കിട്ടുന്ന കളർ പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനെ കളർ പേപ്പർ ഉണ്ടാവാറില്ല. അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ശരിക്കും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന കളർ പേപ്പറൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ 2 ഷെയ്ഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ഹാപ്പി ബർത്ത്ഡേൻ്റെ കാർഡ് നമുക്ക് ആ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാലും മതിയാവും. ഞാനിപ്പോൾ ജസ്റ്റ് 2 രീതിയിലും കാണിക്കാം. ഇവിടെ നമ്മൾ ചെറിയൊരു ഗമ്മ് പോലെ അവിടെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേൻ്റെ കാർഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ ഒരു നമ്മൾ ചെയ്ത കളർ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഇതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഹെയർ ക്ലിപ്സ് ആണ് വെക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്സ് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ തരുന്ന സാധനമാണെങ്കിൽ അങ്ങനെ വെക്കാം. നമ്മൾ തന്നെ വാങ്ങിച്ചതാണ്. ഇനി ഈ ക്ലിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാർഡ് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളൊരു ചെറിയൊരു കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതും ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇനി നമ്മൾ വെക്കുന്നത് ഒരു ചെറിയൊരു നെയിൽ പോളിഷാണ്. അപ്പോൾ ആദ്യം നെയിൽ പോളിഷ് വെച്ചിട്ടായിരുന്നു അത് വെക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മാത്രം വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് കെട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിനി ഗിഫ്റ്റിൻ്റെ പാക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ റീൽസിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ കാണിക്കാം.